കുന്നംകുളത്ത് പള്ളിപ്പെരുന്നാൾ ദിവസം പോലീസ് നടത്തിയ അതിക്രമത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. പെരുന്നാൾ ദിവസം പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നും അനധികൃതമായി കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചെന്നും യുവാവ് വെളിപ്പെടുത്തി. പോലീസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണെന്നും മർദ്ദനമേറ്റ ജിൻസ്. അതേസമയം പെരുന്നാൾ പിറ്റേന്ന് CPIM പ്രവർത്തകർക്കെതിരെ നടത്തിയ അതിക്രമത്തിൽ പോലീസിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് CPIM. സ്റ്റേഷൻ മർദ്ദനത്തിൽ കുപ്രസിദ്ധി നേടിയ കുന്നംകുളം പോലീസിനെതിരെ അനുദിനം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. പെരുന്നാൾ ദിവസം റോഡരികിൽ നിൽക്കുമ്പോൾ കുന്നംകുളം SI വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിക്രമം നടത്തിയെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. കുന്നംകുളം സ്വദേശി ജിൻസാണ് പരാതിയുമായി രംഗത്തെത്തിയത്. അവരിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ജീപ്പിൽ ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് വണ്ടി വന്ന് ഇറങ്ങിയിട്ട് വൈശാഖ് സാറെന്ന് പറഞ്ഞിട്ട് സാറുണ്ട്. ആ സാറ് ഇറങ്ങിയിട്ട് കാലിന്റെ മുകളിലേക്ക് ഒരു അടി അടിച്ചു. ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചെന്നും അസഭ്യവർഷം നടത്തിയെന്നും ജിൻസ്. എനിക്കിവിടെ ഷോൾഡർ കൊണ്ട് ഇങ്ങനെ തട്ടിയ പാടും വടി കൊണ്ട് ലാത്തി കൊണ്ട് തട്ടിയതും പിന്നെ പിടിച്ച് വലിക്കുമ്പോ മാന്തിയ പാടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ സൈഡിലായിട്ട് ലാത്തി കൊണ്ട് കുത്തിയൊരു പാടുണ്ടായിരുന്നു. പിന്നെ ആദ്യം വന്നിട്ട് അടിക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ പിടിച്ച് അടിച്ചൊരു പാട് ഈ സൈഡിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനമെന്നും അകാരണമായി കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം നാട്ടുകാരാണ് തടഞ്ഞതെന്നും ജിൻസ്. ജീപ്പിൽ കയറ്റി ഞാൻ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ആളെന്നെ പറഞ്ഞു ഇറക്കി വിട്ടോ. അപ്പോഴേക്കും നാട്ടുകാരൊക്കെ കൂടി ആകതായി. അപ്പോഴേക്കും ഇറക്കി വിട്ടോ എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇതായി. പെരുന്നാൾ പിറ്റേന്ന് CPIM പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ അകാരണമായി പോലീസ് മർദ്ദിച്ചത് ചൂണ്ടിക്കാട്ടി പാർട്ടി ഏരിയ കമ്മിറ്റി തന്നെ രംഗത്തെത്തിയിരുന്നു. പോലീസ് മർദ്ദനത്തിൽ പാർട്ടി മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. പോലീസിനെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനാണ് പാർട്ടിയുടെ തീരുമാനം. കുന്നംകുളം പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജിൻസും വ്യക്തമാക്കി. ന്യൂസ് മലയാളം, തൃശൂർ.